അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഈ കണ്ണുനീർ വറ്റുന്നില്ല. ജനത അനുഭവിക്കുന്ന വേദനയും മാനസികമായ പ്രയാസവും തുടർന്നേ പോവുകയാണ്. വേദന സൃഷ്ടിച്ച ആ മഹാവിയോഗം സംഭവിച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. സാധാരണഗതിയിൽ പറയാറുണ്ട്, കാലവും മറവിയും മനുഷ്യൻ്റെ ദുഃഖങ്ങൾക്ക് അറുതി വരുത്തുമെന്നും വേദനയെ മായ്ച്ചു കളയുമെന്നും. ഈ വിയോഗത്തിൻ്റെ കാര്യത്തിൽ കാലവും മറവിയുമെല്ലാം പരാജയപ്പെട്ടു നിൽക്കുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും ശോകം വർദ്ധിക്കുകയാണ്. നൊമ്പരം അസഹനീയമായി തീരുകയാണ്. സ്നേഹത്തിൻ്റെ ആ തേജോരൂപം, കാരുണ്യത്തിൻ്റെ ആ സ്വരൂപം, വാക്കുകൾക്ക് വർണ്ണിക്കാൻ കഴിയാത്ത, നിർവചനങ്ങൾക്ക് വിവരിക്കാൻ കഴിയാത്ത, വിവരണങ്ങൾക്ക് പ്രകാശിപ്പിക്കാൻ കഴിയാത്ത ആ മഹാവ്യക്തിത്വം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ശിഹാബ് തങ്ങളുടെ വിയോഗത്തിൽ ഒരു ജനം തേങ്ങുന്നു, ഒരു നാട് നടുങ്ങുന്നു. ആരായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ? ഈ ചോദ്യത്തിന് ഉത്തരം പറയുക പ്രയാസമാണ്. ഒറ്റവാക്കിലോ ഒറ്റവാചകത്തിലോ ഉത്തരം പറഞ്ഞ് തീർക്കാവുന്ന ഒരു ചോദ്യമല്ല അത്. സമുന്നതനായ രാഷ്ട്രീയ നേതാവ്, പക്വമതിയായ സമുദായ നായകൻ, അശരണരും അവശരുമായ അസംഖ്യം ജനങ്ങൾക്ക് സമാശ്വാസം അരുളിയ സാന്ത്വനത്തിൻ്റെ അവധൂതൻ, ജനതയുടെ വഴികാട്ടി, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ, സാഹിത്യമാകട്ടെ മറ്റു വൈജ്ഞാനിക മേഖലകളാകട്ടെ, അവിടെയൊക്കെ നിറഞ്ഞു നിന്ന പ്രതിഭാശാലി. അങ്ങനെ നിരവധി വിശേഷണങ്ങൾ, നിരവധി ജീവിത തലങ്ങളിൽ വിജയക്കൊടി നാട്ടിയ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറം ശിഹാബ് തങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ സ്പർശിച്ച, സ്നേഹം കൊണ്ട് നമ്മുടെ ഉള്ളിനെ തൊട്ടുണർത്തിയ ഒരസാധാരണ വ്യക്തിത്വമായിരുന്നു. അല്പം പോലും അതിശയോക്തി കൂടാതെ നമുക്ക് പറയാം, നാം കണ്ട ഒരു അത്ഭുത പ്രതിഭാസം.